ഹായ് നമസ്കാരം. എ ഐ ടെക്നോളജിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചെറിയ രീതിയിലെങ്കിലുമൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ചില പ്രഡിക്ഷൻസ് പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോന്നും ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ എ ഐക്ക് 2 വർഷം എടുക്കുമായിരിക്കും ഇതിങ്ങനെ ആവാൻ, അല്ലെങ്കിൽ 3 വർഷം 10 വർഷമൊക്കെ നമ്മൾ ഏകദേശം പ്രഡിക്ഷൻ അങ്ങനെ പലരും, അതായത് ഇതിലെ തന്നെ എക്സ്പോർട്ടുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങളോ, പക്ഷെ നമ്മളാരും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ഐഡിയ ഇതിനകത്ത് നിന്ന് വരുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് തോന്നിയില്ല. അത് ഒരു പുതിയ ഒരു വിസ്ഫോടനകരമായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലും അങ്ങനെ എല്ലാ തരം മേഖലകളിലും കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പുതിയൊരു കാര്യം ഈ എഐയിലും ഇപ്പം വരുന്നുണ്ട്. എന്താണ് ജെമിനിയുടെ ജീനി എന്നാണ് ആ വേൾഡ് മോഡൽ അങ്ങനെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ഏകദേശം ഡെമോ ഞാനിവിടെ കാണിച്ചു തരാം. ഈ കാണിക്കുന്ന ഡെമോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ദൃശ്യങ്ങൾ, അതായത് ഈ കാണുന്ന വീഡിയോ പ്ലേ ചെയ്യുന്ന ആൾ ആരാണോ അത് ഫസ്റ്റ് ആ വീഡിയോ ഉണ്ടാക്കിയ ആൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആരോ കീ മുമ്പിലോട്ട് പോവേണ്ട ആരോ കീ മുമ്പോട്ട് ഞെക്കുമ്പോൾ അവർ ഓൾറെഡി ഈ ഞെക്കുന്ന ആൾ ഫസ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്ഥലം, ഏതെങ്കിലും ഒരു അയാളുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു ഭൂപ്രകൃതിയോ എന്തെങ്കിലും അവിടത്തിലേക്കൂടെ ആ പ്രകൃതിയിലൂടെ ആ രൂപത്തിലുള്ള ഒരു പ്രകൃതിയിലൂടെ നടക്കണം എന്നുള്ള നമ്മുടെ ഒരു ഇമാജിനേഷനിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രകൃതി, അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ വിവരിക്കാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്ത് വിവരിച്ചാൽ, അല്ലെങ്കിൽ വോയിസിലൂടെയോ വിവരിച്ചാൽ, ആ വിവരിക്കുന്ന ആ രൂപഭംഗിയും ആ ഒരു മെത്തേഡ് സ്റ്റൈല് കമ്പ്യൂട്ടർ മനസ്സിലാക്കി, അല്ലെങ്കിൽ എ ഐ മനസ്സിലാക്കി, ആ എ ഐ അതിനനുസരിച്ച് ആ രീതിയിലുള്ള രൂപങ്ങളും സാദൃശ്യം വരുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇമാജിനേഷൻ അതിൻ്റെ ഒരു ഇമാജിനേഷനായി മാറി, ആ ഇമാജിനേഷനിൽ ഉപയോഗിച്ച് ആ ഇമാജിനേഷനിൽ ഈ ഇമാജിനേഷനിലുള്ള കാര്യങ്ങൾ ഏകദേശം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമായിരിക്കില്ല വരുന്നത്. കാരണം പക്ഷേ നമ്മൾ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് കൂടുതൽ വിവരിച്ച് കൊടുത്താൽ അത് കൃത്യമായി നമ്മൾ ആലോചിച്ച് വെച്ച കാര്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം നമുക്ക് ആ വേൾഡിലൂടെ നടക്കണം, നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ വേൾഡ് നമ്മുടെ മുമ്പിൽ ആ വീഡിയോയിൽ ആ സ്ക്രീനിൽ പ്രത്യക്ഷമായി ഇതിന് ശേഷം ആരോഗ്യം മുമ്പോട്ട് ഞെക്കിയാൽ അത് മുമ്പോട്ട് പോകും. അപ്പോൾ അവിടെ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് പുതിയതായി പ്രഡിക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഒരു മുറിയാണെങ്കിൽ ആ മുറിയുടെ അപ്പുറത്തെ മുറിയിലേക്ക് പോകുമ്പോൾ ആ മുറിക്ക് പോകുന്ന സമയത്താണ് അവിടെ ആ മുറി ഈ വിഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വരും. അതാണ് എഐയുടെ, അതായത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. ഇപ്പം കുറേ പേര് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ജെമിനി ഉപയോഗിച്ചും ChatGPT ഉപയോഗിച്ചും പല എഐ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ജെമിനിയുടെ നാനോ ബനാന എന്ന് പറഞ്ഞ എഐ മോഡൽ എന്തുമാത്രം വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞതെന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു സാധാരണ ഫോട്ടോ നമ്മുടെ ഒന്നോ രണ്ടെണ്ണം കൊടുത്താൽ നമ്മൾ പിന്നെ മോഡലായി മാറി, നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് ഇഷ്ടമുള്ള വേഷത്തിൽ ഇഷ്ടമുള്ള ചെണ്ടോ പൂവോ വണ്ടിയോ എന്താണോ അതിലിരിക്കാനോ കിടക്കുന്ന ഫോട്ടോ നമ്മളുടെ മുഖം ഉപയോഗിച്ച് നമ്മളുടെ അതേ വികാരവും വിചാരമുള്ള ഒരാളായി ആ എഐ ഒരു ചിത്രം വരയ്ക്കും. നമ്മുടെ നമ്മൾ മനസ്സിലാലോചിക്കുന്ന സീൻ അനുസരിച്ചുള്ള ചിത്രം. അപ്പം ആ ചിത്രം വരെ ഇനി വീഡിയോകളിലേക്ക് മാറുകയാണ്. വീഡിയോകൾ നമ്മുടെ മനസ്സിൽ വരുന്ന സ്ഥലവും സന്ദർഭങ്ങളും, തിരക്കുള്ള നഗരമാണെങ്കിൽ ഒന്നുമില്ലാത്ത സ്ഥലമല്ല, തിരക്കുള്ള നഗരവും വരും, ചുറ്റും ആളുകളുള്ള സ്ഥലം വരും, യുദ്ധങ്ങൾ വരും, അങ്ങനെ കളികൾ, ഫുട്ബോൾ കളീൻ്റെയൊക്കെ നടുക്ക് പോയിരിക്കുന്ന ഫുട്ബോൾ കളി കാണാൻ പറ്റും. പിന്നെ ഇത് VR ടെക്നോളജി, VR ഉപയോഗിച്ചിട്ട് ഈ സംഭവം ഈ വീഡിയോ മുമ്പിൽ പ്ലേ ആകുന്ന നമ്മളുടെ ഇമാജിനേഷനിൽ നമ്മൾ സങ്കല്പിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത ആ വീഡിയോ നമുക്ക് തോന്നുന്ന ഒരു വീഡിയോ, ഒരു ഇമാജിനേഷണൽ വീഡിയോ ഒറിജിനൽ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് VR ടെക്നോളജി കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ ലോകമായി അതിനെ കാണാൻ പറ്റും. അപ്പം ഏതെല്ലാം ആളുകളുടെ പണി ഇതിൽ പോയി എന്നുള്ളത്, ഇത് ചെയ്യാൻ ഒരു ടെക്നോളജിക്കലി വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യമില്ല. മിനിമം കോമൺ സെൻസും ഒരു ഡിവൈസ്, ഫോൺ പോലുള്ള ഒരു ഡിവൈസ് ഉപയോഗിക്കാനുള്ള ഒരു അറിവുണ്ടെങ്കിൽ ആർക്കും ഇത് സൃഷ്ടിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ ഒരുപാട് മേഖലകളിൽ പലരും നിർമ്മിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു മേഖലയെ തന്നെ തുടച്ചു നീക്കുന്ന രീതിയിലാണ് ആ ടെക്നോളജി വരുന്നത്. അപ്പം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഏതാനും ആഴ്ചകളുടെ ഉള്ളിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്, പുതിയ സാധനങ്ങൾ ഇറങ്ങുന്നത്.
ചൂടപ്പം പോലെയാണ് ഇറങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകിട കമ്പനി, ലോകത്തിലെ ഏറ്റവും ശക്തരായ കമ്പനികളാണ് ഇത് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ മോഡൽ ഗൂഗിളിൻ്റെ ജെമിനൈയുടെയാണ്. അതിൻ്റെ ടോപ്പ് മെയിൻ ആയിട്ടുള്ള എയുടെ ഹെഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ നൊബേൽ സമ്മാനത്തിന് അർഹനായ ആളാണ്. നൊബേൽ സമ്മാനം ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യൻ്റെ DNA ഒരു രഹസ്യപ്പൂട്ടായിട്ടുള്ള ആൽഫ ഫോൾഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതിന് കൂടുതൽ എനിക്കൊന്നും അറിയില്ല, പക്ഷേ ഇതിലൂടെ കണ്ട് മനസ്സിലായ അനുസരിച്ച് ആൽഫ ഫോൾഡിൽ ഒരു മനുഷ്യൻ്റെ ജീവിത ചക്രത്തിൽ വരേണ്ടതായ രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡഡ് ആണ്. ആ ഒരു റെക്കോർഡഡ് DNA ആണ് പകർന്ന് പോകുമ്പോൾ അതിൽ ചേഞ്ചസ് വരുന്നതുമൊക്കെ ആണ് മനുഷ്യൻ്റെ വ്യത്യാസങ്ങൾക്കും രൂപവ്യത്യാസങ്ങൾക്കും ഓരോ കാലത്തും ഓരോ രോഗം വരുന്നതിനെല്ലാം കാരണം. അപ്പോൾ അതിലൊക്കെ വലിയ ബ്രേക്ക് ത്രൂ ആവാവുന്ന മരുന്നുകൾ കണ്ടുപിടിക്കുവാൻ ഈ ആൽഫ ഫോൾഡിങ് സംവിധാനം നമ്മളെ സഹായിക്കും. ഓരോ വ്യക്തികളുടെയും ഈ DNA വ്യത്യാസമാണ്. അപ്പം ഈ DNA ഈ ആൽഫ ഫോൾഡിങ് വ്യത്യാസമാണ്. അപ്പോൾ ഈ പൂട്ടഴിക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വലിയ രോഗങ്ങൾക്കുള്ള ടോപ്പായിട്ട് വലിയ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾക്കെല്ലാം ഈ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കാനൊക്കെ ഇതൊരു കാരണമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ സൈഡും ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള സൈഡാണ് ശരിക്കും കാണേണ്ടത്. മനുഷ്യൻ മാത്രമാണ് ഏത് ടെക്നോളജിയെയും ഏത് സംവിധാനങ്ങളെയും എല്ലാം നാശത്തിനായും ദോഷത്തിനായും ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറൊന്നും സ്വന്തം അത് ചെയ്യില്ല, ഒരു AI അത് ചെയ്യില്ല. അതിന് ഈ ഇത്തരം വൃത്തികെട്ട ചിന്തയും സംസ്കാരവും ഈ മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ ഇത്രയും വൃത്തികെട്ടൊരു സംസ്കാരം ഉണ്ടാക്കി വെച്ചാൽ ഈ മനുഷ്യൻ ഇത് മോശത്തിന് ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ കൂടുതലും നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലുണ്ടായാൽ മാത്രമേ മനുഷ്യൻ്റെ തലമുറ പിടിച്ചു നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും തമ്മിലടിച്ച് ചാവും. അപ്പോൾ അതൊക്കെയാണ് സംഭവം. AI ടെക്നോളജി വലിയ രീതിയിൽ ബൂമായിട്ടുണ്ടാകാൻ പോവാണ്. അതുകൊണ്ട് ഇനി ആരും ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് വരും. അപ്പം അതിനനുസരിച്ച് അങ്ങ് അഡാപ്റ്റ് ആകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആരും ഞെട്ടാൻ കോരിത്തരിച്ച് പോകരുത്. കോരിത്തരിക്കേണ്ടി വരും. ആ മാതിരി സാധനങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ആയുസ്സും ജീവനും ബോധമൊക്കെ ഉള്ളിടത്തോളം നമുക്കും എല്ലാം നോക്കാം, എന്തൊക്കെയാണ് വരുന്നത് കാണാം, അനുഭവിക്കാം, അതിൻ്റെ കൂടെ സഞ്ചരിക്കാം. അതിൽ പെട്ട് ഒഴുകിപ്പെട്ട് പോവാതെ പിടിച്ചു നിൽക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിപ്പം ഈ ഹൈറിച്ചിൻ്റെ ആളുകളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ സൊസൈറ്റി എന്ന് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റി CRS എന്ന കമ്മ്യൂണിറ്റിക്ക്, ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റിക്കൊക്കെ വലിയ റോളുണ്ട് ഇനിയുള്ള കാലത്ത്. കാരണം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ കൊടീശ്വരന്മാരായിട്ടുള്ള AI മുതലാളിമാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നിന്നാണ്ടല്ലോ ട്രൗസർ കയറി പോവും. ഒക്കെ വരാൻ പോകുന്ന കാര്യമാണ്. എല്ലാവരും കാത്തിരുന്ന് കണ്ടോ. പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല, വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞതായിരുന്നല്ലോ അന്നെന്ന്.